പരിചയമില്ലാത്ത ആളുകളോട് ലൈംഗിക കാര്യങ്ങൾ ഉൾപ്പെടുന്ന ചാറ്റുകൾ നടത്താറുണ്ടോ? ഇത് ഒരുതരം പെരുമാറ്റ വൈകല്യമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മെ ബാധിക്കുമെന്നറിയാമായിട്ടും ലൈംഗികപരമായ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്നറിയപ്പെടുന്നത്. ഇത് ചിലപ്പോൾ വ്യക്തിപരമായും അല്ലെങ്കിൽ സാമൂഹികമായുമുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കിയേക്കും. എന്നാൽ ഈ രോഗനിർണയം നടത്തുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. കാരണം സാംസ്കാരിക മാനദണ്ഡങ്ങളും സാമൂഹിക ചുറ്റുപാടുകളും പ്രതീക്ഷകളും ഇതിന് തടസ്സമായി നിൽക്കുന്നു. പലപ്പോഴും ആളുകൾ തങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്നും റിപ്പോർട്ട് ചെയ്യുമെന്നതുമാണ് ആളുകളെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ പിന്നോട്ടടിപ്പിക്കുന്നത്. അതിനാൽ ഈ അവസ്ഥയെ സാർവത്രികമായി നിർവചിക്കാനും ചികിത്സിക്കാനുമുള്ള ശ്രമങ്ങൾ സങ്കീർണമാകുന്നുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങൾ ലൈംഗികമായ പെരുമാറ്റ വൈകല്യത്തിന്റെ അടിമയാണെന്ന് 7% അമേരിക്കൻ സ്വദേശികളും പറഞ്ഞതായി സെക്ഷൽ ഹെൽത്ത് ആൻഡ് കമ്പൽസിവിറ്റി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. ശരാശരി 49 വയസ്സ് പ്രായമുള്ള 2800-ലധികം പേരെ ഉൾപ്പെടുത്തി ന്യൂ മെക്സിക്കോ സർവകലാശാലയിലെ ഗവേഷകനായ ജോഷുവ ബി ഗ്രബ്സിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകനാണ് പഠനം നടത്തിയത്. ലൈംഗിക പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തവയാണോ അതോ അവയ്ക്ക് ആസക്തി സ്വഭാവമുണ്ടോ എന്നാണ് സർവേയിൽ പങ്കെടുത്തവരോട് ചോദിച്ചത്. അവർക്ക് പ്രശ്നമുള്ളതായി തോന്നിയ ചില പെരുമാറ്റങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ സാധ്യതയുള്ളതെന്ന് പഠനത്തിൽ കണ്ടെത്തി. ചാറ്റുകളിലും മറ്റും അശ്ലീല സാഹിത്യ ഉപയോഗം, സ്വയംഭോഗം തുടങ്ങി തനിച്ചുള്ളപ്പോൾ കാണിക്കുന്ന പെരുമാറ്റങ്ങളെ ആശങ്കാജനകമായ മേഖലകളായി പുരുഷന്മാർ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇടയ്ക്കിടെയുള്ള ആകസ്മികമായ ലൈംഗിക ബന്ധങ്ങൾ പോലെയുള്ള പങ്കാളിത്തത്തോടെയുള്ള പെരുമാറ്റങ്ങൾ ശല്യപ്പെടുത്തുന്നതായി സ്ത്രീകൾ പെട്ടെന്ന് തിരിച്ചറിയുന്നതായും കണ്ടെത്തി. ഈ കണ്ടെത്തലുകൾ പൊതുവെയുള്ള പ്രവണതകളുമായി യോജിക്കുന്നവയാണ്. പുരുഷന്മാർ പലപ്പോഴും ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ പങ്കാളിത്തത്തോടെയുള്ള പെരുമാറ്റ വൈകല്യങ്ങളുടെ ദുരിതം അനുഭവിക്കുന്നു. പ്രായവും തലമുറയിലെ വ്യത്യാസവും ലൈംഗിക പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത് ചെറുപ്പക്കാരാണെന്ന് പഠനത്തിൽ പറയുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായുള്ള കൂടിയ സമ്പർക്കവും മാറിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക മാനദണ്ഡങ്ങളും ലൈംഗികതയോടുള്ള മനോഭാവത്തിലെ തലമുറകളുടെ വ്യത്യാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആളുകൾ തങ്ങളുടെ അനുഭവങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലെ വ്യത്യാസം ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള വ്യക്തിപരമായ സമീപനങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ചികിത്സയിലൂടെയും സാമൂഹികമായ പിന്തുണയിലൂടെ അല്ലെങ്കിൽ ബോധവൽക്കരണം എന്നിവയിലൂടെ ഈ സങ്കീർണമായ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കുന്നത് വ്യക്തികളെ അവരുടെ അനുഭവങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇത്തരത്തിലുള്ള ലൈംഗിക പെരുമാറ്റ വൈകല്യങ്ങൾ എല്ലാവരിലും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലെന്നും ജനസംഖ്യ സാംസ്കാരിക വ്യക്തിപരമായ ഘടനകളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെന്നും പഠനത്തിൽ അടിവരയിട്ട് പറയുന്നു. സമൂഹം വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ലൈംഗികതയും മാനസികാരോഗ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളിലും അതിനനുസരിച്ച് മാറ്റമുണ്ടാകുകയും ചെയ്യും. അതേസമയം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ശീലം വളർത്തിയെടുക്കുന്നതിലൂടെയും മറ്റും വ്യക്തികൾക്ക് അവരുടെ ലൈംഗിക പെരുമാറ്റങ്ങളുമായി ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അത് അവരുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാനും ക്ഷേമത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.